നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ അതിന് പ്രധാനപ്പെട്ട ബുക്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നും ആ ബുക്സ് എല്ലാം ചെക്ക് ചെയ്തെന്നും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ഇനി ഈ ഒരു റിക്രൂട്ട്മെന്റിന് എന്തൊക്കെയാണ് സ്റ്റെപ്സ് വേണ്ടതെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ്. പലരും കേരള PSC സൈറ്റിൽ ഏത് കാറ്റഗറിയാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓർക്കുക, കേരള PSC സൈറ്റിലല്ല, കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സൈറ്റിലാണ്. അത് ആ ഒരു സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റെപ്സ് ആദ്യം തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റെപ്സിൽ ഇതാണ് പറയുന്നത്. രജിസ്റ്റേർഡ് ആപ്ലിക്കന്റ് ഇവിടെ നോക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഹൈക്കോർട്ട് ഓഫ് കേരള പോർട്ടലിൽ വരുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ റിക്രൂട്ട്മെന്റ് പോർട്ടലിന് താഴെ ന്യൂ ആപ്ലിക്കൻ്റ് എന്നും രജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്നും ഉണ്ട്. അതിൽ ന്യൂ ആപ്ലിക്കൻറ്റിൽ സ്റ്റെപ്പ് 1 ആദ്യമായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്റ്റെപ്പ് 1 എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ് 2 വേണ്ടത്. ഇവിടെ റീസെറ്റ് പാസ്വേഡിന് ഒരു ഇതുണ്ട്, അതുപോലെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് പിക്ടോറിയലായിട്ട് ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പിക്ക് വെച്ചിട്ട് ഓരോരോ പിക്ചർ അനുസരിച്ച് ഓരോ സ്റ്റെപ്സും മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് ഈ ഒരു വീഡിയോ വെച്ച് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിക്ചറായിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ന്യൂ ആപ്ലിക്കൻറ്റിൽ സ്റ്റെപ്പ് 1 നിങ്ങൾ പ്രസ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് 1 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന ഭാഗത്ത് വരും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ള പോസ്റ്റിൽ അസിസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ആപ്ലിക്കേഷനിൽ ഒരു ചെറിയ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു വാലിഡായ മൊബൈൽ നമ്പറും വാലിഡായ പേഴ്സണൽ ഇമെയിൽ ID വേണം. കാരണം അതിലേക്കായിരിക്കും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വരുന്നത്, എക്സാമിനെ പറ്റിയിട്ടും സെലക്ഷനെ പറ്റിയിട്ടും ഒക്കെ. അപ്പോൾ അത് നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും വാലിഡ് മെയിൽ ID കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ ഇത്ര JPG ഫോർമാറ്റിലാണ്. അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മെയിൻ പേജിൽ കാണാവുന്നതുമാണ്. ഇനി സ്റ്റെപ്പ് 1 കഴിയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ലഭിക്കും. അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അങ്ങനെ പ്രിന്റ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തു വെക്കുക. പക്ഷേ അത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പ്രിന്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ പേജിൽ ഈ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് 8-ാം തീയതിയാണ്. സ്റ്റെപ്പ് 1-ൻ്റേത് സ്റ്റെപ്പ് 2-ൻ്റെയും അന്ന് തന്നെയാണ്. കാരണം ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം എല്ലാം ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇനി ഓഫ്ലൈനായിട്ട്, അതായത് ചെല്ലാൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 28-ാം തീയതി സ്റ്റെപ്പ് 1 ക്ലോസ് ചെയ്യും ഈ പറഞ്ഞ പോലെ. അതുപോലെ സ്റ്റെപ്പ് 2-ൻ്റെ ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 9/8/2021. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 2-ന് അങ്ങനെ കൊടുക്കാൻ കാരണം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓഫ്ലൈൻ ആണെങ്കിൽ അതിന് അവർക്ക് സ്റ്റെപ്പ് 2-ൽ പിന്നീട് ലോഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ആ ലോഗിൻ ചെയ്യാൻ നേരത്ത് ഈ ആപ്ലിക്കേഷൻ നമ്പറും ഒരു കീ ജനറേറ്റ് ചെയ്യും. സ്റ്റെപ്പ് 1-ന് ശേഷം ആ ഒരു നമ്പറും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം. ഇല്ല, ഓഫ്ലൈൻ ആണെങ്കിൽ സ്റ്റെപ്പ് 1-ന് ശേഷം ഒരു ഡൗൺലോഡ് പേയ്മെൻറ്റ് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പേയ്മെൻറ്റിന് ശേഷം ഒരു നമ്പർ ലഭിക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് 2 ലോഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ടത്. അത് ഓർക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ, അപ്ലോഡ് ദ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ആപ്ലിക്കേഷൻ, ഫൈനൽ സബ്മിഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ്, ദെൻ പ്രിന്റ് ആപ്ലിക്കേഷൻ, ഇത്രയുമാണ്. ഈ I agree എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഏത് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് സെലക്ട് ചെയ്യണം. ഈ ഒരു സ്ക്രോൾ ചെയ്യുന്ന പോർഷനിൽ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കിട്ടും അസിസ്റ്റൻറ്റ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അസിസ്റ്റൻറ്റിന് ഉള്ളത്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ ക്ലിക്കായി വരുന്നു. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റിന് ശേഷം ഇങ്ങനെയൊരു പേജാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം വരുന്നത്. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്കിവിടെ കാണാം പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ജെൻഡർ, കാറ്റഗറി. ഈ നെയിമൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടും നമ്മുടെ മെട്രിക്കുലേഷൻ SLC ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് അത് ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. അപ്പോൾ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷനും പെർമനൻറ്റ് അഡ്രസ്സും ഒക്കെ കൊടുക്കാം. ഒന്ന് തന്നെയാണെങ്കിൽ അത് കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതുപോലെ ഈ ഒരു ആ ഒരു പേജിൽ തന്നെയാണ് ഇതും വരുന്നത്. ഈ കോണ്ടാക്ട്, സിറ്റിസൺഷിപ്പ്, നേറ്റിവിറ്റി, മാരിറ്റൽ സ്റ്റാറ്റസ്, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഏജ് റിലാക്സേഷൻ,
സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ് എംപ്ലോയി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ കീ നമ്പർ ആൻഡ് പാസ്വേഡ്, ഒരു കീ നമ്പർ ആൻഡ് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ പറയും. അത് ഇവിടെ ഒരു പ്രത്യേക ഒരു പാസ്വേഡ് ആണ്, ഒരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 8 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 8 ക്യാരക്ടേഴ്സ് വേണം. അതിൽ ആ 8 ഡിജിറ്റിനകത്ത് നമ്പേഴ്സ് വരണം, ആൽഫബറ്റ് വരണം, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരണം. അതുപോലെ ഒരു 1 or 2 അല്ലെങ്കിൽ ആ ഒരു അതിൽ വരേണ്ട അപ്പർ കേസ് ലെറ്റേഴ്സ് വരണം. അപ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ ഡിജിറ്റ്സും ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കീ നിങ്ങൾ ഫോം ചെയ്യേണ്ടത്. അത് അപ്പോൾ തന്നെ ആപ്ലിക്കേഷന് ശേഷം എവിടെയെങ്കിലും കാര്യമായിട്ട് എഴുതി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു കീ മറന്നുപോയാൽ പിന്നീട് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. കീ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ആ കീ റീസെറ്റ് ചെയ്യാൻ നമുക്ക് 3 തവണ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഈ കോഡും കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് 2ലേക്ക് പോകുന്നതാണ്. അതുപോലെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ ഓഫ്ലൈൻ പേയ്മെൻ്റ് ആണോ എന്ന് ചോദിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ ഡൗൺലോഡ് ചെൽ ആൻഡ് ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 2 പറഞ്ഞു. അപ്പോൾ അതിനുശേഷം തന്നെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും വരും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, ആപ്ലിക്കേഷൻ നമ്പർ. ഈ സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ കീ നമ്പർ രണ്ടും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 2ലേക്ക് പോകും. ഇനി ഓഫ്ലൈൻ മോഡിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്പ് 1 പ്രോസസ്സ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡൗൺലോഡ് ചെല്ലാൻ. ആ ഡൗൺലോഡ് ചെല്ലാൻ പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2ൽ ഫില്ല് ചെയ്യാനായിട്ട് അതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെല്ലണം. കാൻഡിഡേറ്റ് ക്യാൻ ഡെപ്പോസിറ്റ് ദ ഫീ ഇൻ ക്യാഷ് അറ്റ് എനി ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക്. ഇനി കംപ്ലീഷൻ ഓഫ് സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷമാണ് വരേണ്ടത്. ഇനി വേറെ ഫോമിൽ, അതായത് ഈ പറഞ്ഞ ചെല്ലാൻ്റെ ഫോമിലല്ലാതെ ക്യാഷ് ആയിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഒരു പേയ്മെൻറ്റ് ചെല്ലാൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബാങ്ക് ഒരു ജേർണൽ നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ ജേർണൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ബാങ്കിൽ ഈ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കൊരു കാൻഡിഡേറ്റ് കോപ്പി കിട്ടും. ആ കാൻഡിഡേറ്റ് കോപ്പി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇനി സ്റ്റെപ്പ് 2 2 ദിവസം ഈ ബാങ്കിങ് നമ്മൾ ചെയ്തതിന് ശേഷം, ഫീ അടച്ചതിന് ശേഷം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത്. അപ്പോൾ ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവർ നേരത്തെ തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക, അവസാനത്തേക്ക് വെക്കാതിരിക്കുക. പിന്നീട് പ്രൊഫൈലിൽ അപ്ലോഡ്, ഫോട്ടോ, സിഗ്നേച്ചർ, ആപ്ലിക്കേഷൻ, ഫൈനൽ സബ്മിഷൻ എല്ലാം ഒന്നുകൂടി നോക്കിയതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. പ്രൊസീഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ നെയിം കറക്റ്റ് സ്പെല്ലിംഗ് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഫീയുടെ കാര്യത്തിലാണെങ്കിൽ DD, ചെക്ക്, മണി ഓർഡർ, പോസ്റ്റൽ ഓർഡർ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇനി ഇൻ്റർവ്യൂവിനെ പറ്റിയും കോൾ ലെറ്റേഴ്സിനെ പറ്റിയും അഡ്മിഷൻ ടിക്കറ്റിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 2 ചെയ്ത അതേ പോർഷനിൽ തന്നെയാണ് നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്ത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് SMS ആൻഡ് ഇമെയിൽ വരുന്നതാണ്. സാധാരണ എക്സാമിന് ഒരു 3 ആഴ്ച മുമ്പെങ്കിലും ഈ ഒരു അഡ്മിറ്റ് കാർഡ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഹോൾ ടിക്കറ്റ് എങ്കിൽ 0484256223 നമ്പറിലേക്ക് കോൾ ചെയ്ത് ആ ഒരു പ്രശ്നം പറയാവുന്നതാണ്. അവർ പരിഹരിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. പിന്നെ അവരുടെ ഈ ഒരു അഡ്മിഷൻ്റെ കാര്യം മറ്റ് സാധാരണ എല്ലാ എക്സാമിനും പറയണതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് അറിഞ്ഞു കഴിയുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. താഴെ ലിങ്ക്സ് കൊടുക്കാം. പ്രധാനപ്പെട്ട ബുക്സിൻ്റെ ലിങ്ക്സും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. Happy learning.